ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസമായല്ലോ നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. സോ ഇന്ന് അങ്ങ് എടുത്ത് കളയാന്ന് കരുതി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോ എടുപ്പൊന്നും അല്ല. രാവിലെ തന്നെ പിള്ളേർ സെറ്റൊക്കെ വന്നിട്ടുണ്ട് പൂ പറിക്കാനായിട്ട്. ഞങ്ങളുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പൂവൊക്കെ നിൽപ്പുണ്ട്. ഞാൻ കോട്ടയത്ത് നിന്ന് 8:30 ആയപ്പോഴത്തേക്കാണ് ഇന്നലെ വന്നത്. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ 2-3 ദിവസം കൂടെ അല്ലേ തിരുവോണത്തിന്. അതുകൊണ്ട് ഞാൻ അത്തൊന്നിട്ടില്ല ഗൈസ്. ഇടുവാണെന്നെങ്കിൽ തിരുവോണത്തിന് ഇടാന്ന് കരുതി. പക്ഷെ പൂവൊന്നുമില്ല ഗൈസ്. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പൂക്കൾ ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ വട്ടം ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരുന്നു. വീട്ടിലത്തെ പൂ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ തിരുവോണത്തിന് അത്തം ഇട്ടത്. പക്ഷെ ഈ വട്ടം നമ്മൾ പൂ വീഴ്ചയേ പറ്റത്തുള്ളൂ. ഇതൊരു പതിവില്ലാത്ത ശീലമാണ്. ഈ ഒരു കട്ടൻ ചായ കൂടി. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എന്തോ ഒരു തലവേദന. ഇവിടുത്തെ കുട്ടികളെ കാണിച്ചു തരാം ഗൈസ്. 3 കൂടി കിടന്ന് രാവിലെ തന്നെ ബഹളമാണ്. അടുക്കളയിൽ അമ്മ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒഴിക്കാനൊക്കെ ആയിട്ട് പാല് കാച്ചുന്നുണ്ട്. ഇത് ഞാൻ വരുന്നത് പ്രമാണിച്ച് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പാരയാണ് ഇന്ന് കറി വെക്കാനായിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലെ കഴിക്കാനായിട്ട് അപ്പവും കടലക്കറിയാണ്. കടലയൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഗൈസ്. കഴിച്ചിട്ട് കാണാം കേട്ടോ. ഹേ ഗൈസ്, അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, എന്റെ വളയും കമ്മലും മാലയും അതും ഇതും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പൗച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. നല്ല സ്പേഷ്യസ് ആണ്. ഒത്തിരി പാർട്ടീഷൻ ഉണ്ട്. ഒത്തിരി സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും. അതൊക്കെ നമുക്ക് ക്യാരി ചെയ്യാനും എളുപ്പമാണ്. എന്നാ വലിയ പ്രൈസും ഇല്ല. 180-ക്കോ 150-ക്കോ താഴെയാണ് മേടിച്ചത്. ഇതിന്റെ വേറെ കുറെ കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ പെട്ടെന്ന് അഴുക്കാകാത്തൊരു കളർ നോക്കി മേടിച്ചതേ ഉള്ളൂ. ഈ ഒരു നെയിൽ പോളിഷ് എന്റെ ഫേവറേറ്റ് ആണ്. പണ്ട് ഒരു 3rd ഇയർ വരെയൊക്കെ ഞാൻ ബ്ലാക്ക് കളർ നെയിൽ പോളിഷ് മാത്രമേ യൂസ് ചെയ്യാറുള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നെയിൽ പോളിഷ് ഇടില്ലായിരുന്നു. ഇട്ടാലും ബ്ലാക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ഇടയ്ക്കാണ് ഈ ഒരു നെയിൽ പോളിഷ് മേടിച്ചത്. ഇട്ടപ്പോൾ എന്തോ രസമുണ്ട് കാണാനായിട്ട്. ഇത് ഞാൻ കുറച്ച് നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന ഐലൈനർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകുമ്പോഴത്തേക്ക് താനെ ഇളകി പോകത്തേ ഉള്ളൂ. അല്ലാതെ ദിഗംബരന്റെ ഒരു എഫക്റ്റ് എടുത്തില്ല കണ്ണിന്. ഗൈസ്, ഇതൊരു ഇലക്ട്രോണിക് പെന്നാണ്. നമ്മൾ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റേസേഴ്സ് ഒക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടി നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണിത്. ലിങ്ക് വേണ്ടവർ കമന്റ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് ആകെപ്പാട് 3-4 സെറ്റ് വളയേ ഉള്ളൂ. അതിനകത്ത് ഈ ഒരു മഞ്ഞയും കറുപ്പും കുപ്പിവളയാണ് വരുന്നത്. അത് ഈ ഒരു കറുപ്പ് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ തറയെ വീണ് പൊട്ടിപ്പോയി. എൻ്റെ അമ്മയുടെ ഭാഷ പറയണമെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കത്തില്ല അവള്. അവിടെ എവിടെയും കളഞ്ഞേക്കും. എന്താ ചെയ്യാനാ ഗൈസ്, എന്നെ കൊണ്ട് എനിക്ക് തന്നെ വയ്യ. മിക്ക ഗേൾസിന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമുക്ക് മാലയും കൂടി വേഗം ഒന്ന് എടുത്തു വെക്കാം. ഈ ഒരു ശേഷ ആയുർവേദ റെഡ് സാൻഡൽവുഡിന്റെ ക്രീം ഞാൻ ഏകദേശം 2 മാസം മുന്നായിട്ടാണ് മേടിച്ചത്. കുറെ യൂട്യൂബേഴ്സിന്റെ റിവ്യൂസ് ഒക്കെ കണ്ടതിന് ശേഷമാണ് വാങ്ങുന്നത്. അതിനകത്ത് അവർ പറയുന്നുണ്ട് നമ്മുടെ ഡൾ സ്കിന്നിനും പിന്നെ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുള്ള പാടൊക്കെ ഇല്ലയോ, അത് വരെ മാറുമെന്നാണ് അവര് പറയുന്നത്. അപ്പൊ ഞാൻ കരുതി ഇതൊരു ആയുർവേദ പ്രൊഡക്റ്റ് അല്ലയോ, വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ കരുതിയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചത്. എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അത്ര വർക്കായിട്ടില്ല. ഫസ്റ്റ് ഡേ ഞാൻ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയില്ല. പക്ഷെ ഒരു 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഒന്നും കൂടി ഡള്ളാവുന്ന പോലാണ് എനിക്ക് തോന്നിയത്. പിന്നെ യൂസ് ചെയ്തപ്പോഴത്തേക്ക് എന്റെ ഫേസിൽ ചെറിയ രീതിയിൽ പിമ്പിൾസ് ഒക്കെ വരാൻ തുടങ്ങി. എന്റെ ഓൾറെഡി ഡ്രൈ സ്കിൻ ആണ്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഡ്രൈ ആയി. പിന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി, ഇനി ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് സ്യൂട്ട് ആവാത്തതെന്ന്. അങ്ങനെ ഞാൻ ഗൂഗിളിനകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ഡ്രൈ സ്കിന്നിന് ഈ റെഡ് സാൻഡൽവുഡ് സ്യൂട്ട് ആവത്തില്ലയോ എന്ന്. പക്ഷെ ഡ്രൈ സ്കിന്നുകാർക്ക് നോർമൽ രക്തചന്ദനം നല്ലതാണെന്നാണ് ഞാൻ മിക്കടുത്ത് നോക്കിയപ്പം കണ്ടത്. 2-3 പേര് ഇതിന്റെ റിവ്യൂ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് വർക്കായിട്ടില്ല ഗൈസ്. എന്റെ സ്കിൻ ഒന്നും കൂടി ഡള്ളാവുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ യൂസ് ചെയ്തിട്ട് എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ട് ആകാം, പക്ഷെ എനിക്കത് വർക്കായിട്ടില്ല. 2 പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് മിന്ത്രയിൽ നിന്നും പിന്നെ ഒന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നും വന്ന്. മിന്ത്രയിൽ നിന്ന് വന്നത് എന്റെ ഒരു കോഡ് സെറ്റ് ആണ്. ഇത് ടാഫ്റ്റിന്റെ ഹെയർ സ്പ്രേ ആണ്. നമ്മൾ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തല്ലെന്നുണ്ടെങ്കിൽ കേളൊക്കെ ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് അതിന്റെ പാടുമൊക്കെ പോകും. അപ്പൊ അത് അതേപോലെ കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം പ്രൊഡക്റ്റ് ആണ് ടാഫ്റ്റിന്റെ ഹെയർ സ്പ്രേ. ഞാനിത് ശരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് പാർവതി പറയുന്ന കേട്ടിട്ടാണ് മേടിച്ചത്. അപ്പൊ അവര് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്റെ ജിംകാസ് ആണ് ഗൈസ്. ഞാൻ അങ്ങനെ ഇത് ഇടാറില്ല. ഇപ്പൊ എന്തെങ്കിലും വീഡിയോ എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് മാത്രമേ ഞാൻ ഇത്ര വലിയ കമ്മലൊക്കെ ഇടത്തുള്ളൂ. എനിക്കെന്തോ ഈ കമ്മല്, മാല, വള ഇതിനകത്തോട്ടൊന്നും വലിയ താല്പര്യമില്ല. ഇതിന്റെ 2-ാമത്തെ ബോട്ടിലാണ്. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഹെയർ ഫോൾ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹെയർ റീഗ്രോത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചോട്ടോ. ഒതുക്കി പറിക്കാൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് കോയിൻസും പിന്നെ അതേപോലെ നോട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പണപ്പെട്ടി അങ്ങ് ഉണ്ടാക്കാന്ന് കരുതി. ഇപ്പൊ വൈറലായിട്ടുള്ള വുഡിന്റെ പണപ്പെട്ടി ഉണ്ടല്ലോ, അത് തന്നെ അങ്ങ് ഉണ്ടാക്കാന്ന് കരുതി. പക്ഷെ നമ്മളിവിടെ എടുത്തേക്കുന്നത് വുഡ് അല്ല കേട്ടോ. അതിന് പകരം ഈ ഒരു കാർഡ്ബോർഡ് ആണ്. ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മണി
ബോക്സ് അങ്ങ് ഉണ്ടാക്കാം. സോ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഈ ഒരു പോർഷൻ നമ്മളൊരു ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു പേപ്പർ യൂസ് ചെയ്തിട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കണം. എന്റെ കയ്യിൽ കളർ പേപ്പർ ഒന്നും ഇല്ല, സോ ഞാൻ വൈറ്റ് പേപ്പർ എടുത്തിട്ട് കവർ ചെയ്യുവാണ്. നല്ല ഡിസൈനുള്ള പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഫാബ്രിക് പെയിന്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പെയിന്റ് ചെയ്ത് കൊടുത്താലും മതി. ഈ വക സാധനങ്ങളൊന്നും എന്റെ കയ്യിൽ ഇപ്പം ഇരിപ്പൂല. ഇനി ഒരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഇതേപോലെ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് എത്ര രൂപയുടെ മണി ബോക്സ് ആണ് വേണ്ടത് അതനുസരിച്ച് വേണം എഴുതി കൊടുക്കാനായിട്ട്. ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് 30,000 ആണ്. അപ്പൊ നിങ്ങൾക്ക് 50,000 അല്ലെങ്കിൽ 1 lakhന്റെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എഴുതി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ, ഞാൻ അതൊന്നും കൊടുക്കുന്നില്ലെന്നേ. ഇനി നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാം. അപ്പൊ ഞാൻ ഒരു 50 രൂപ ഇട്ട് കൊടുത്തിട്ട് അത് കട്ട് ചെയ്യുന്നുണ്ട്. അതാണല്ലോ ഈ ഒരു മണി ബോക്സിന്റെ ഉദ്ദേശം. നമ്മളൊരു 100-300 രൂപ ലാഭിച്ചു. ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ.